ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊന്ന് ഇതും കൂടിയിട്ട് തൃപ്രയാർ അമ്പലത്തിൽ പോവാണ്. ആദ്യം തന്നെ ഇല്ലാത്ത പനി അഭിനയിച്ച് കിടക്കുന്ന ശിങ്കാരിയുടെ അടുത്ത് കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന വ്യാജാനെ നമുക്ക് അവളെ വർപ്പിക്കാം. ഇത് ശിങ്കാരിയുടെ ന്യൂ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ വേറൊരു വെറൈറ്റിയാണ് ഈ ഫിഷ് ഇല്ലാത്ത ഫിഷ് ടാങ്ക്. അടുത്തൊരു ടാസ്ക്കാണ് ഈ പാല് തിളപ്പിക്കൽ. എത്ര ടൈം എടുക്കണേ? നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ വേഗം തിളയ്ക്കുമല്ലോ ഈ പാല്. അതുകൊണ്ട് ഞാനൊന്ന് കണ്ണടച്ച് നോക്കിയതാ, അതും വർക്കായില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്നപ്പോൾ ശിങ്കാരി റെഡിയാവാം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു ഗെറ്റ് റെഡി എടുക്കാൻ. പക്ഷെ അവളുടെ മേക്കപ്പ് കഴിഞ്ഞതുകൊണ്ടും അവളൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും അവൾ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശിങ്കാരിനെ ആരെ പെണ്ണ് കാണാൻ വരുന്ന പോലെ ശിങ്കാരി ബൂസ്റ്റും കൊണ്ടുവരണത്. പിന്നെ ഞങ്ങൾ ഈ ബൂസ്റ്റ് കുടിക്കുന്ന വീഡിയോ ആദ്യം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് ഒന്നുകൂടി അഭിനയിക്കാൻ നോക്കിയതാ. പക്ഷെ ക്യാമറ തിരിച്ചു വെച്ചു, അതിൽ ഞങ്ങളില്ല, ജനൽ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് രണ്ടുപേരും ക്യാമറേൻ്റെ പുറകിലിരുന്ന് അഭിനയിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇതൊന്നും കിട്ടിയില്ലല്ലോ. നമ്മൾ ബൂസ്റ്റ് കുടിക്കുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ബട്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു, ബാക്ക് ക്യാമറ വെച്ചാൽ ഉണ്ടാവും. കാരണം അതിന് ഞങ്ങളില്ല, ജനലൊക്കെ ഉണ്ട്. ഈ ജനലുണ്ട്, ഞങ്ങളില്ല. എൻ്റെ കുടി കഴിഞ്ഞു, ശിങ്കാരിയുടെ കഴിഞ്ഞു. പിന്നൊരു ശരാശരി മലയാളിനെ പോലെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് എത്തിച്ച് നോക്കുകയാണ് ശിങ്കാരി. വിളക്ക് കത്തിക്കുമ്പോൾ വരെ ശിങ്കാരിയുടെ ശ്രദ്ധ പുറത്തോട്ടാ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചാൽ ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചെക്കിന് പോയി. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ചെക്കും മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ ഇറങ്ങി. പുറത്താണെച്ചാൽ ഭയങ്കര വെയിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ആദ്യം ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല, പിന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് സീറ്റ് കിട്ടി. ഇറങ്ങുന്ന സമയത്ത് ഫുൾ വെയിലായിരുന്നു. ഇപ്പോഴാണെച്ചാൽ ഫുൾ മഴക്കാരും. കുറുക്കൻ്റെയും കോഴീൻ്റെയും കല്യാണം തോന്നണം. വെയിലും മഴയും ഒന്നിച്ചേർന്നു. ഈ കൂട്ടപ്പാലായനത്തിന് കാരണം ഇവിടെ പാലം പണി നടക്കുക. ബസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നേരം വൈകും വിചാരിച്ച് ഞങ്ങൾ അപ്പുറത്ത് കിടന്ന് ഓട്ടോ വിളിച്ച് പോയി. ദേ ആ കാണുന്നതാണ് തൃപ്രയാർ അമ്പലം. ഇത് കൂടെ നോക്കുമ്പോൾ പുഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഈ ഭണ്ഡാരൊക്കെ കാണാം. തൊഴാൻ പോണേക്കാൻ മുന്നേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മീനോട്ടൽ. അപ്പോൾ ആദ്യം അത് നടക്കട്ടെ വിചാരിച്ചു. ചെറുപ്പം തൊട്ടേ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണിത്. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല, നല്ല അത്യാവശ്യം വലിയ മീനുകളാണ്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലിടാം. ബൈ.